കഴിഞ്ഞ ആഴ്ചകളിലാണ് ഈ വർഷത്തെ ധനതത്വശാസ്ത്രത്തിൻ്റെ നോബൽ സമ്മാനം പ്രഖ്യാപിച്ചത്. ഇത്തവണ നോബൽ സമ്മാനം കിട്ടിയത് അമേരിക്കയിലെ 3 സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർക്കാണ്. ഡാഗൻ അസമോഗ്ല, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നീ 3 സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർക്കാണ് നോബൽ സമ്മാനം കിട്ടിയത്. ഇതിൽ ആദ്യം പറഞ്ഞ 2 പേരും MIT സർവകലാശാലയിലും ജെയിംസ് റോബിൻസൺ ചിക്കാഗോ സർവകലാശാലയിലെയും പ്രൊഫസർമാരാണ്. ഇവർ വളരെ ശ്രദ്ധേയമായ ഒരു മേഖലയിൽ നടത്തിയ പഠനത്തിനാണ് അവർക്ക് നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ളത്. രാജ്യങ്ങളുടെ അഭിവൃദ്ധിയിൽ, അത് സാമ്പത്തിക അഭിവൃദ്ധി ആയിക്കൊള്ളട്ടെ, സാമൂഹികമായിട്ടുള്ള പുരോഗതി ആയിക്കൊള്ളട്ടെ, എന്തുതന്നെയായാലും രാജ്യങ്ങളുടെ അഭിവൃദ്ധി നിർണ്ണയിക്കുന്നതിൽ സാമൂഹ്യ സ്ഥാപനങ്ങൾക്ക് നിർണായകമായിട്ടുള്ള ഒരു പങ്കുണ്ട് എന്നാണ് ഇവർ പ്രഖ്യാപിക്കുന്നത്. അത് വളരെ സത്യമായ ഒരു കാര്യമാണ്. അത് ഞാൻ അവർ പറഞ്ഞതല്ലെങ്കിലും അവരുടെ ഈ പ്രസ്താവനയെ നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യവുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ സാമൂഹ്യ വികസനത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് 1956 കേരളം രൂപീകരിച്ചതിന് ശേഷമല്ല, അതിന് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഉണ്ടായതാണ്. കേരള രൂപീകരണത്തിന് മുമ്പേ തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒരു പരിധി വരെ മലബാറിലും നടന്നിട്ടുള്ള പല സാമൂഹിക പരിഷ്കാര നടപടികളും സാമൂഹിക പരിഷ്കരണത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ഈ പ്രദേശങ്ങളിലൊക്കെ വർദ്ധിച്ചിട്ടുള്ള പല സ്ഥാപനങ്ങളും നമ്മുടെ സാമൂഹിക പുരോഗതിയിൽ നിർണായകമായിട്ടുള്ളൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ തരത്തിൽ NSSും SNDPയും ലണ്ടൻ മിഷനറികളും ക്രിസ്ത്യൻ മിഷനറികളും മറ്റ് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ചില പ്രസ്ഥാനങ്ങളും ഒക്കെ വഹിച്ചിട്ടുള്ള പങ്ക് ഇത്തരത്തിൽ ശ്രദ്ധേയമാണ്. അയ്യങ്കാളിയുടെ ശ്രമങ്ങൾ, കേളപ്പജിയുടെ ശ്രമങ്ങൾ ഒക്കെ എടുത്തു പറയേണ്ടതാണ്. നമ്മുടെ വിഷയം അതല്ല, അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. എന്തായാലും കേരളത്തിൻ്റെ സാമൂഹ്യ പുരോഗതിക്കകത്ത് നിർണായകമായിട്ടുള്ളൊരു പങ്ക് ഇവിടെ നിലനിന്നിരുന്ന സാമൂഹ്യ സ്ഥാപനങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഈ ഗവേഷകന്മാർ അവരുടെ കാഴ്ചപ്പാടിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മോശം നിയമവാഴ്ച ഉള്ള സമൂഹങ്ങളിലും ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നിടത്തും ശരിയായ രീതിയിലുള്ള സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നില്ല എന്നാണ്. ഇതിനൊരു നല്ല ഉദാഹരണമായിട്ട് പണ്ട് ബ്രിട്ടീഷുകാരെ ഉൾപ്പെടെയുള്ള യൂറോപ്യന്മാരുടെ കോളനി വൽക്കരണത്തെക്കുറിച്ച് ഇവർ പറയുന്നുണ്ട്. ഇപ്പം യൂറോപ്യന്മാർ കോളനിവൽക്കരിച്ചപ്പോൾ പല രാജ്യങ്ങളെയും അവരുടെ കോളനികളാക്കി മാറ്റിയപ്പോൾ 2 ഉദ്ദേശങ്ങളാണ് അവർക്കുണ്ടായിരുന്നത്. ഒന്ന്, കോളനികളെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുക, അവരുടെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുക. മറ്റൊന്ന്, കുടിയേറ്റക്കാരായിട്ടുള്ള യൂറോപ്യന്മാർ ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ കോളനികളിൽ തദ്ദേശവാസികളോടൊപ്പം താമസിക്കുക. ഈ 2 ഉദ്ദേശങ്ങളോടുകൂടിയാണ് കോളനിവൽക്കരണം നടന്നത്. ഇപ്പോൾ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് ബ്രിട്ടീഷുകാർ വന്നത് ഇവിടെ സ്ഥിരതാമസമാക്കാനല്ല, മറിച്ച് നമ്മുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്നതിലേക്ക് വേണ്ടിയായിരുന്നു. മിക്കവാറും എല്ലാ കോമൺവെൽത്ത് രാജ്യങ്ങളിലും ബ്രിട്ടൻ്റെ കീഴിലുണ്ടായിരുന്ന കോളനികളാണ്, ഒരു കാലത്ത് ഉണ്ടായിരുന്ന കോളനികളാണ് പിന്നീട് കോമൺവെൽത്ത് രാജ്യങ്ങളായി മാറിയത്. ഈ കോമൺവെൽത്ത് രാജ്യങ്ങളിലെല്ലാം തന്നെ ചൂഷണമാണ് വലിയ രീതിയിൽ നടന്നിട്ടുള്ളത്. എന്നാൽ കുടിയേറ്റങ്ങൾ നടന്നിട്ടുള്ള അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലാണെങ്കിൽ തദ്ദേശവാസികളോടൊപ്പം ഈ കുടിയേറ്റക്കാരും താമസിക്കുകയും അവിടെ പുരോഗതി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ നിലവിലുള്ള സ്ഥാപനങ്ങൾക്ക്, കുടിയേറ്റം നടന്ന രാജ്യങ്ങളിലെ നിലവിലുള്ള സ്ഥാപനങ്ങൾ കുടിയേറ്റം ചൂഷണ ഉദ്ദേശത്തോടു കൂടിയാണ് നടന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതോടൊപ്പം തന്നെ നിലവിലുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നിർജ്ജീവമാവുകയും അത് ആ രാജ്യങ്ങളുടെ വളർച്ചയെ മോശമായിട്ട് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത്, പല രാജ്യങ്ങളിലും ചില എക്സ്ട്രാക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെച്ചാൽ അധികാരം ഏതാനും ചില വ്യക്തികളിൽ മാത്രം കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ജനാധിപത്യ സംസ്കാരത്തിനും ജനാധിപത്യ രീതികൾക്കും വിഘാതമായിട്ട്, ഒരുപക്ഷെ ജനാധിപത്യത്തിലൂടെ ആയിരിക്കാം അവർ അധികാരത്തിൽ വന്നത്, എങ്കിൽ പോലും ഭരണവും അധികാരവും ഒരു വിഭാഗം ജനങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പിൽ മാത്രം അവർ ഏതാണ്ട് ഡിക്റ്റേറ്റേഴ്സിനെ പോലെ ഭരിക്കുന്ന ഒരു ചുറ്റുപാട് വന്നു കഴിഞ്ഞാൽ ആ പ്രദേശങ്ങളിലും ഈ സാമൂഹ്യ പുരോഗതിയും സാമ്പത്തിക പുരോഗതിയും മോശമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ എക്സ്ട്രാക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അധികാര കേന്ദ്രീകൃതമായിട്ടുള്ള സംവിധാനം ഒഴിവാക്കുക, ജനാധിപത്യ വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കുക, സാമൂഹ്യ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് ഊന്നൽ നൽകുക, ഇതെല്ലാം അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. നോബൽ പ്രൈസ് വിന്നേഴ്സായിട്ടുള്ള സാമ്പത്തിക ചിന്തകന്മാരിലേക്ക് വീണ്ടും പോവുകയാണെങ്കിൽ
എനിക്ക് പറയാനുള്ളത് അവർ ഊന്നൽ കൊടുത്ത കാര്യം സാമൂഹ്യ സ്ഥാപനങ്ങൾ ഏതൊരു രാജ്യത്തിൻ്റെയും സാംസ്കാരിക വളർച്ചയ്ക്കും സാമൂഹ്യ പുരോഗതിക്കും അതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള സ്ഥിരതയ്ക്കും ഒക്കെ അടിത്തറവാകുന്ന കാര്യങ്ങളാണെന്നാണ്. അത് ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ അനുഭവങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്.